സാർ, സവർക്കറുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ പൂനെയിൽ ഒരു മാനനഷ്ട കേസ് നടക്കുന്നു എന്ന് കേട്ടിരുന്നു. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? അത് കുറച്ച് കടുപ്പമുള്ള കേസാണ്. എന്താന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി ലണ്ടനിൽ പ്രസംഗിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു, സവർക്കർ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, സവർക്കറും 5-6 സുഹൃത്തുക്കളും ചേർന്ന് ഒരു മുസ്ലിമിനെ തല്ലിച്ചതച്ചു. അത് കഴിഞ്ഞ് വലിയ സന്തോഷം തോന്നി. എന്നാൽ സവർക്കർ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് ഇന്ത്യൻ ഡയസ്പൊറ എന്ന് പറഞ്ഞ ഇന്ത്യൻ സമൂഹത്തിന് അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതാണ്. ആ പ്രസംഗത്തിൻ്റെ വാർത്തകൾ പിന്നെ യൂട്യൂബ് വീഡിയോകളൊക്കെ വന്നിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞത്, രാഹുൽ ഗാന്ധി ശരിക്കും പുലിവാല് പിടിച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനനഷ്ട കേസിൽ പറയുന്നത് ഇങ്ങനെ, സവർക്കർ ഒരു പുസ്തകത്തിലും എഴുതിയിട്ടില്ല. പുസ്തകത്തിൽ എഴുതാത്ത കാര്യം എവിടുന്നോ ആരോ പറഞ്ഞത് കേട്ടിട്ട് പല വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അത് ഈ മണ്ടൻ രാഹുൽ പ്രസംഗിച്ചാണ്. ഞാനും ധാരാളം സവർക്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയത് ജാനകി ബാക്ലെ എഴുതിയ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വരെ ഞാൻ വായിച്ചതാണ്. ഒരു സ്ഥലത്തും ഇങ്ങനൊരു പരാമർശമില്ല. സവർക്കറുടെ ഓട്ടോബയോഗ്രഫി തന്നെയുണ്ട്, അദ്ദേഹം തന്നെ എഴുതിയത്. അതിൻ്റെ അകത്തൊന്നും ഇത്തരം പരാമർശങ്ങളില്ല. ജാനകി ബാക്ലെ എഴുതിയിട്ടുള്ള ജീവചരിത്രമാണെങ്കിൽ അവർ എന്താണ് മറാത്തി ഭാഷ അറിയുന്നതാണ്. അത് അപ്രകാശിത കൃതികൾ പോലും സവർക്കറുടെ നോക്കിയിട്ടാണ് അവർ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അവർ അമേരിക്കയിലൊരു അക്കാദമീഷ്യനാണ്, പ്രൊഫസറാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തും പരാമർശിക്കാത്ത ഒരു കാര്യമാണ് രാഹുൽ ഈ പറഞ്ഞ് പുലിവാല് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ പുനെ കോടതിയിൽ കഴിഞ്ഞ ദിവസം എന്തു പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ എപ്പോഴും ഹാജരാകേണ്ടതില്ല MP MLA മാർക്കുള്ള അവകാശം വെച്ചിട്ട് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കോടതി ഇങ്ങർക്ക് ഈ സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പുനെ അമോൽ ഷിൻഡെ കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവ് പറഞ്ഞു, ഈ സമ്മൺസ് ട്രയൽ, അതായത് സമ്മറി ട്രയലിന് പകരം സമ്മൺസ് ട്രയൽ അനുവദിക്കാം എന്ന് പറഞ്ഞു. ആ കേസിൽ ഉദ്ദേശിച്ചിരുന്നത് സമ്മറി ട്രയലാണ് കോടതി ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇത് സമ്മൺസ് ട്രയൽ വേണം എന്ന് ഈ അഡ്വക്കേറ്റ് ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെ. അപ്പോൾ ഇത് രണ്ടും എന്താണ് എന്ന് നമ്മൾ നോക്കണ്ടേ? സമ്മൺസ് ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഈ 2 വർഷം വരെയൊക്കെ തടവുള്ള കിട്ടുന്ന കാര്യങ്ങൾക്കുള്ള മറ്റേ സമ്മൺസ് ട്രയലാവുമ്പോൾ ഈ സാക്ഷികളെ ഒക്കെ വിളിച്ചിട്ട് വിസ്തരിക്കാം, കോടതിയിൽ വാദപ്രതിവാദങ്ങളൊക്കെ നടത്താം. സമ്മറി ട്രയലിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഉള്ള തെളിവുകൾ വെച്ചിട്ട് കോടതിക്ക് എന്താണ് സംഭവം എന്ന് കണ്ടെത്താം. അപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുറേ സാക്ഷികളുണ്ട്, ഈ പരാതിക്കാരനെ തന്നെ വിളിച്ച് ചോദ്യം ചെയ്യണം, തെളിവ് കണ്ടെത്തണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുകയാണ്. പക്ഷേ അത് കേസ് വെറുതെ നീട്ടിക്കൊണ്ടു പോകാനാണ് എന്ന് ഈ സവർക്കറുടെ അനന്തരവൻ്റെ വക്കീൽ പറഞ്ഞിട്ടുണ്ട്. ഈ കുറേ സാക്ഷികളുടെ പേരൊക്കെ കൊടുക്കുക ഇല്ലേ, ഹിസ്റ്റോറിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസിന് വേണ്ട ആളെ കൊണ്ട്. പക്ഷെ ഇങ്ങനൊരു പുസ്തകം ഇല്ലാത്തതുകൊണ്ട് പെട്ടുപോകും. പക്ഷെ ഇങ്ങനെ വിസ്തരിച്ച് തൽക്കാലത്തേക്ക് ഇനി തെരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ടല്ലോ ഇല്ലേ, ബീഹാർ അങ്ങനത്തെ തെരഞ്ഞെടുപ്പൊക്കെ വരാനുണ്ട്. അതൊക്കെ എങ്ങനെയെങ്കിലും കടന്നു പോവുക, അതിനെതിരെ തിരിച്ചടി നേരിടാതിരിക്കുക. സവർക്കർ പ്രശ്നത്തിൽ രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടി കിട്ടുക കഴിഞ്ഞാൽ ഹിന്ദുത്വ ഭാഗത്തിന് വിജയമാണ്. സവർക്കർ RSS ഒന്നും ആയിരുന്നില്ലെങ്കിലും അദ്ദേഹം ഹിന്ദുത്വയ്ക്ക് വേണ്ടി നിലകൊണ്ട ഒരാളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സമ്മൺസ് ട്രയൽ അതിന് അനുവാദം കൊടുത്തു കഴിഞ്ഞ ദിവസം കോടതി. മനസ്സിലായല്ലോ? അത് വാദികൾ സാക്ഷികളെ എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി സാക്ഷിക്കൂട്ടിലേക്ക് ആളുകളെയൊക്കെ വിളിച്ച് ഇത് വാദപ്രതിവാദം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പരിപാടിയിലേക്കാണ് നീങ്ങുന്നത്. അപ്പോൾ ഇനി അതുമായി ബന്ധപ്പെട്ട് ഈ പരാതി കൊടുത്ത ആൾക്കൊക്കെ സമ്മൺസും ഒക്കെ അയച്ച് വരുത്തി അവരെയൊക്കെ വിസ്തരിക്കുക, വിസ്താരം നടക്കും ഇതിൻ്റെ അകത്ത്. മറ്റേ അതിൻ്റെ അകത്ത് അങ്ങനെയില്ല.
അപ്പോൾ അതാണ് നടക്കാൻ പോകുന്നത്. മറ്റേതിൽ മജിസ്ട്രേറ്റ് തെളിവ് റെക്കോർഡ് ചെയ്ത് വിധിക്കുകയാണ് ചെയ്യുക. അപ്പോൾ സാത്യകി സവർക്കർ ആണ് കേസ് കൊടുത്തിരിക്കുന്നത്, കൊച്ചനന്തരവൻ, ഗ്രാൻഡ് നെവ്യൂ. അപ്പോൾ ലണ്ടനിൽ 2023 മാർച്ച് 5 പ്രസംഗം രാഹുൽ ഗാന്ധിയുടെ. അപ്പോൾ ഇതിൽ 2 വർഷം വരെ തടവ് കിട്ടാം. സെക്ഷൻ ഈ IPC ഇന്ത്യൻ ശിക്ഷാ നിയമം 500 സെക്ഷൻ 500 വെച്ചിട്ടാണ്. അപ്പോൾ രാഹുൽ പറയുന്നത് വസ്തുത ആണെന്ന് അയാൾ തെളിയിച്ചോട്ടെ, അയാൾക്ക് നിയമപരമായ പ്രശ്നങ്ങൾ ചോദിക്കാനുണ്ട്, അയാൾ ചെയ്തോട്ടെ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ചരിത്ര വസ്തുതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കോട്ടെ എന്ന്. ഇനി ഈ കേസ് ഏപ്രിൽ 25 മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ അഡ്വക്കേറ്റ് മിലിന്ദ് പവാർ ഡീറ്റെയിൽഡ് ഈ തെളിവുകളുടെ വിശദാംശങ്ങൾ വേണമെന്ന് ഈ രാഹുലിൻ്റെ അഡ്വക്കേറ്റ് മിലിന്ദ് പവാർ കോടതിയിൽ വാദിച്ചു. കോടതി അത് സമ്മതിച്ചു. സാത്യകി മറ്റേ സവർക്കറിൻ്റെ വക്കീൽ സംഗ്രാം കോൽഹാത്കർ പറഞ്ഞു ഇത് കേസ് നീട്ടാൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പാണ്. സവർക്കർ ഒരു പുസ്തകത്തിൽ മറ്റേ ഈ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്, ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതായിട്ട്. സവർക്കർ ഒരു പുസ്തകത്തിൽ 5 or 6 കൂട്ടുകാർക്കൊപ്പം ഒരു മുസ്ലിമിനെ തല്ലി ആഹ്ലാദിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകത്തിൽ, അങ്ങനെ ഒരു പുസ്തകത്തിലും ഇല്ല. ഇവർക്ക് പ്രത്യേകിച്ച് സവർക്കറുടെ കുടുംബത്തിലെ എല്ലാവരും എല്ലാ പുസ്തകങ്ങളും വായിച്ചു കാണുമല്ലോ, അവൈലബിളായ പുസ്തകങ്ങൾ. അത് ഓട്ടോബയോഗ്രഫിയിലാണ് വരേണ്ടത്, അതിലെന്തായാലും ഇല്ല. 1857 സ്വാതന്ത്ര്യ സമരത്തിനെ പറ്റിയിട്ടാണ് ഒരു പുസ്തകം, അതിൽ വരേണ്ട കാര്യവുമില്ലല്ലോ ഇങ്ങനത്തെ സംഭവം. അപ്പോൾ ഇത് അന്ന് മജിസ്ട്രേറ്റ്, ആദ്യത്തെ മജിസ്ട്രേറ്റ് ഇത് പുന്നെ പോലീസ് ഇത് അന്വേഷിച്ചൊരു റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിരുന്നു. മറ്റേ സവർക്കർ എവിടെയെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ, രാഹുൽ ഗാന്ധി ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പോൾ പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് മാനനഷ്ടം ഇതിലുണ്ട് എന്നാണ് പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ ആ റിപ്പോർട്ടും കോടതിയിലുണ്ട്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അക്ഷി ജെയിൻ ആണ് അന്ന് റിപ്പോർട്ട് ചോദിച്ചിരുന്നത്. ഇപ്പോൾ മജിസ്ട്രേറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഏപ്രിലിൽ ആണ് സാത്വികി കേസ് കൊടുത്തത്. വാർത്താ റിപ്പോർട്ടുകൾ അതിൻ്റെ കൂടെ അടക്കം ചെയ്തിട്ടുണ്ട്, യൂട്യൂബ് ടോക്കും അടക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുസ്ലിമിനെ തല്ലിച്ചതച്ച് ആഹ്ലാദം ഉണ്ടായി എന്ന് സവർക്കർ പറഞ്ഞത് ഭീരുത്വമല്ലേ എന്ന് പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി ചോദിച്ചു. രാഹുൽ പറഞ്ഞതുപോലെ ഒരു പുസ്തകമില്ല എന്ന് പറഞ്ഞാൽ ബേസിക് പ്രിമൈസ് തന്നെ തെറ്റാ, കേസിൻ്റെ മണ്ടത്തരാണ് പറഞ്ഞിരിക്കുന്നത്, വ്യാജം, അസത്യ പ്രസ്താവനയാണത്. അപ്പോൾ പരമാവധി ശിക്ഷ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് തൽക്കാലത്തേക്ക് ഇങ്ങനെ ഒഴിവാക്കി പോകാനുള്ള നീക്കമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പുകൾ വരുന്നത് കൊണ്ട്. മഹാരാഷ്ട്രയിൽ ഇനി വേറൊരു കേസുണ്ട്. മഹാരാഷ്ട്രയിലെ അക്കോലയിൽ 2022 നവംബർ 17 സവർക്കർക്കെതിരെ, ഇങ്ങനെ ഈ സവർക്കർക്കെതിരെ ഗോഡ്സെക്കെതിരെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം, ഗോഡ്സെ RSSകാരനാണ് എന്ന് പറഞ്ഞതിന് 3 സ്ഥലത്ത് 3 കോടതിയിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി. കാരണം അയാൾ ഹിന്ദു മഹാസഭയുടെ ആളായിരുന്നല്ലോ, RSSുമായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ അലഹാബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ച് കഴിഞ്ഞ ദിവസം ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു അപ്പീൽ തള്ളി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും കേസ് സവർക്കർക്കെതിരെ സംസാരിച്ചതാണ്. കീഴ്ക്കോടതി ഈ രാഹുൽ ഗാന്ധിക്ക് സമൻസ് അയച്ചു. ആ കേസിൽ അത് മാനനഷ്ട കേസാണ്, കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞ് സമൻസ് അയച്ചു. ആ സമൻസിനെതിരെയാണ് ഹൈക്കോടതി പോയത്. ഹൈക്കോടതി അതെടുത്ത് ദൂരെ കളഞ്ഞു. ഹാജരാകണമെന്ന് കീഴ്ക്കോടതി പറഞ്ഞതുപോലെ അത് ചെയ്യാനായിട്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സവർക്കർക്കെതിരെ മഹാരാഷ്ട്രയിലെ അക്കോലയിൽ ഇതുപോലെ എന്തോ മാനനഷ്ടം വരുത്തുന്ന പരാമർശം നടത്തിയിട്ടുണ്ട്. അപ്പോൾ സവർക്കർക്കെതിരെ ഇങ്ങനെ പറഞ്ഞ് നടക്കുകയാണ്. സവർക്കർ ആരാന്നും മനസ്സിലാകാത്തതുകൊണ്ടാണ്.
ഇങ്ങേരുടെ തന്നെ അമ്മൂമ്മ രാഹുൽ ഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയാണ് ഈ സവർക്കറുടെ പേരിലുള്ള സ്റ്റാമ്പ് ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന കാലത്താണ് ഇറക്കിയിരിക്കുന്നത്. അപ്പം അത്ര കളങ്കിതരാണെങ്കിൽ ഇങ്ങനെ ഇറക്കാൻ തയ്യാറാവില്ലല്ലോ ഒരു പ്രധാനമന്ത്രി അല്ലേ? ഇവരൊക്കെയുള്ള കാലത്താണ്, ഈ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് സവർക്കർ മരിച്ചു പോയത്. എന്നിട്ട് സവർക്കർ MP അല്ല, അന്ന് CPMന്റെ ഹിരൺ മുഖർജിയാണ് ലോക്സഭയിൽ എഴുന്നേറ്റിട്ടേ നമുക്ക് ചരമോപചാര പ്രസംഗം വേണമെന്ന് പറഞ്ഞത്. MP-മാരും മരിക്കുമ്പോൾ, മുൻ MP-മാരൊക്കെ മരിക്കുമ്പോൾ ലോക്സഭയിൽ, അതുപോലെ MLA-മാര് മരിക്കുമ്പോൾ, മുൻ MLA-മാര് മരിക്കുമ്പോൾ നിയമസഭയിലും നടക്കും. ഇത് സവർക്കറുടെ പേരിൽ നടന്നു. കോൺഗ്രസ്സുകാരും ഒക്കെ ഇദ്ദേഹം മഹാനാണെന്ന് സംസാരിച്ചതാണ്. നെഹ്റുവിനും ഇഷ്ടമില്ലായിരുന്നു. അതിനിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഇതൊക്കെ നടക്കുന്നത്. AKG അന്ന് എഴുന്നേറ്റ് പറഞ്ഞാണ്, ഈ ചരമോപചാര പ്രസംഗത്തിന് അനുകൂലിച്ചതാണ്. EMS ഒരു പാരഗ്രാഫ് മറ്റേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട കഥയില്ലേ, ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ മാർസെയിൽസിൽ വെച്ചിട്ട് ഫ്രാൻസിലെ അദ്ദേഹം കപ്പലിൽ നിന്ന് കപ്പലിൻ്റെ ഇതിൽ കൂടി പോർട്ട് ഹോളിൽ കൂടി പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടല്ലോ. അങ്ങനെയാണ് ഒരു വീർ സവർക്കറൊക്കെ ആകുന്നത്. ആ സംഭവമൊക്കെ പറഞ്ഞിട്ട് ആ കാലത്തൊക്കെ വീരൻ ആയിട്ട് അറിയപ്പെട്ടതാണ് അദ്ദേഹം. ഇന്ത്യ കണ്ട വലിയ വിപ്ലവകാരിയാണെന്ന് EMS എഴുതിയിട്ടുണ്ട്. അതൊന്നും സഖാക്കൾക്കറിയില്ല. എന്നിട്ട് സവർക്കർ മാപ്പ് പറഞ്ഞു എന്നൊക്കെ, അത് അക്കാലത്തെ ഒരു രീതിയാണ്. നമ്മളെ ഒരു കോടതിയിൽ നിന്ന് ബ്രിട്ടീഷുകാരിലെ ഭരിക്കുന്നത്, അവർക്ക് ക്ലെമൻസി തോന്നണം. അതായത് രാജാവിന്, ജോർജ് 5-ാമനൊക്കെ ഭരിക്കുന്നില്ലേ, അവർക്ക് അവരുടെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുമ്പോഴൊക്കെ കുറെ ജയിലിൽ നിന്ന് തടവുകാരെയൊക്കെ വിടും സൗജന്യമായിട്ട്. ഇങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. അപ്പോൾ അവിടെ മാപ്പ് എഴുതി കൊടുത്തു. അപ്പോൾ അതിന് മാപ്പ് പോലെ ഒരു സംഗതി കൊടുക്കണം. ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നൊന്നും അതിൻ്റെ അകത്തില്ല. ഞാനിനി മര്യാദയ്ക്ക് നടന്നോളാം എന്ന് പറയും. ഞാനിനി ബ്രിട്ടീഷുകാർക്കെതിരെ രാജാവിനെ വെല്ലുവിളിച്ചൊന്നും നടക്കില്ല, മര്യാദയ്ക്ക് നടന്നോളാം. അതിനൊരു ഫോം ഉണ്ട്, മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അകത്ത് പറയേണ്ടത്. പുറത്തിറങ്ങിയാൽ എന്താണ്, നമുക്ക് ഇഷ്ടം പോലെ പിന്നെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുക്കാം. അതാണ് സവർക്കർ ഉദ്ദേശിക്കുന്നത്. NE ബാലറാം ഈ പറഞ്ഞ മാപ്പ് എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ, KC മാപ്പിള മാപ്പ് എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ. NE ബാലറാം മാപ്പ് എഴുതി കൊടുത്തൊക്കെ പൊളിച്ചെഴുത്തതെന്ന് പറഞ്ഞാൽ ബെർലിൻ കുഞ്ചനന്ദൻ നായരുടെ പുസ്തകത്തിലൊക്കെ കാണാമല്ലോ. കാരണം എനിക്ക് 26 വയസ്സേ ആയിട്ടുള്ളൂ. NE ബാലറാം കൊടുത്ത മാപ്പപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന എനിക്ക് ഇനിയും ജീവിതം മുന്നോട്ട് പോകാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി മര്യാദയ്ക്ക് നടന്നോളാം. നമ്മൾ ബാലറാമനെ ചീത്ത പറയുന്നില്ല. ഇത് അന്നത്തെ ഫോം ഇങ്ങനെയാണ്, ഇങ്ങനെ എഴുതി കൊടുക്കണം. അതൊന്നുമല്ല, ചിലപ്പോൾ 2-3 തവണയൊക്കെ കൊടുക്കേണ്ടി വരും. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ പറഞ്ഞ പോലെ ഒരു ഷഷ്ടിപൂർത്തി കാലത്ത് ക്ലെമൻസി ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, കുറെ തടവുകാരെ വിടുന്നുണ്ട്. പക്ഷെ സവർക്കറുടെ ഈ അപേക്ഷയും അന്ന് ബ്രിട്ടൻ തള്ളുകയാണ് ചെയ്തത്. ഈ എഴുതി കൊടുത്തതിരിക്കട്ടെ, തള്ളിയതും കൂടി പറയണ്ടേ? പറയണം. അദ്ദേഹം 10-16 കൊല്ലം ഇന്ത്യക്ക് വേണ്ടിയല്ലേ ജയിലിൽ കിടന്നത്? ബ്രിട്ടനെതിരെയുള്ള പോരാട്ടത്തിന്റെ പേരിലല്ലേ ജയിലിൽ കിടന്നത്? ഇതൊക്കെ നോക്കണ്ടേ? അങ്ങനെ ഒരാളെ പറ്റിയാണ് ഇങ്ങനെ ഈ ഇല്ലാവചനം പറയുന്നത് രാഹുൽ ഗാന്ധി. അപ്പോൾ ഇതിലും രാഹുൽ ഗാന്ധി പെടും. ഇത് മാപ്പ് കൊണ്ട് തീരില്ല. കാരണം 2 വർഷം വരെ തടവ് കിട്ടാവുന്ന പരിപാടിയാണിത്. ഇതിനു പുറമെയാണ് വേറൊരു പൗരത്വ കേസ്, അല്ലേ, ബ്രിട്ടീഷ് പൗരൻ, അങ്ങനെ ഒരു കേസ് വേറെ നടക്കുന്നുണ്ട്. എന്തൊരു മുതലാണല്ലേ ഇത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.